യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. ഞാൻ കോട്ടയം ജില്ലയിലെ കൂടലൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2021 എല്ലാ യുവാക്കളെ പോലെ ഞാനും മദ്യപിക്കുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻജോയ്മെൻറ്റും അടിച്ചുപൊളിയൊക്കെ ആയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു എൻ്റേതും. ഇവിടെ ഞാൻ ആദ്യമായിട്ട് വരുന്നത് എൻ്റെ ഒരു ആൻറ്റി വഴിയാണ്. ആൻറ്റി എന്നോട് പറഞ്ഞു, ഇങ്ങനെ കൃപാസനം എന്നൊരു പള്ളിയുണ്ട്, നമുക്കവിടെ ഒന്ന് പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഓർത്തു, എല്ലാ പള്ളികളിലും ഞാൻ എല്ലാ ദിവസവും പള്ളി പോകുന്ന ആളാണ്. അപ്പോൾ ഞാനും ഓർത്ത് എല്ലാ ദിവസവും പള്ളികളിൽ പോകുന്ന പോലെ തന്നെ ഒരു പള്ളി നമുക്ക് അവിടെ ചെന്ന് പുതിയ കാര്യങ്ങൾ ദൈവത്തോട് പറയാം, പ്രാർത്ഥിക്കാം എന്നുള്ള ഒരു ചിന്താഗതിയായിട്ട് മാത്രമേ ഞാൻ ഈ കൃപാസനത്തിൽ പ്രവേശിച്ചത്. പക്ഷേ അതിനുശേഷം ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ ഈ ഇവിടുന്ന് വിട്ടു പോകുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രത്യേക ഒരു ശക്തിയായിരുന്നു എൻ്റെ ഉള്ളിൽ വന്നത്. അതിനുശേഷം പിന്നെ ഭയങ്കര ഒരു നമുക്കൊരു ശക്തിയും ധൈര്യവും ഒക്കെ ആയിരുന്നു എല്ലാ കാര്യത്തിലും. ഞാൻ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന ആദ്യത്തെ നിയോഗമായിരുന്നു ഇവിടുന്ന് ജർമ്മനിയിലേക്ക് പോകാനുണ്ട് ഒരു വിസയുടെ കാര്യം. കല്യാണം കഴിഞ്ഞ് പലതവണയും ഈ ജർമ്മൻ എക്സാം പങ്കെടുക്കുക, അറ്റൻഡ് ചെയ്യുക, പല പരീക്ഷയ്ക്കും പൊട്ടുക, അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നു. കല്യാണം കഴിഞ്ഞവർക്കറിയാം, കല്യാണം കഴിഞ്ഞ് നമ്മൾ ഭാര്യയും ഭർത്താവും മാറി നിൽക്കുന്ന ഒരു അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു തവണ എക്സാം പൊട്ടി. അപ്പോൾ ആ പൊട്ടി നീക്കുന്ന അവസ്ഥയിലാണ് വിസ ഇൻ്റർവ്യൂവിന് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിൽ വിസയില്ല. അപ്പോൾ ഞാൻ ആ എക്സാം പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ ആ സമയത്ത് എന്നോട് എല്ലാവരും വിസയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, A1 സർട്ടിഫിക്കറ്റിലും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കോഴ്സ് ചെയ്യുന്നതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ ഞാൻ അവിടെ സബ്മിറ്റ് ചെയ്തുള്ളൂ. വേണമെങ്കിൽ ആ സമയത്ത് വിസ എനിക്ക് റിജക്ഷൻ ആവായിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്ത് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് മാതാവിനെ നിയോഗം വിട്ടുകൊടുത്തിട്ട് ഞാൻ അവിടെ തന്നെ നിന്നു. എല്ലാ പേപ്പറുകളെല്ലാം സബ്മിറ്റ് ചെയ്തു. 3 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് വിസ അടിച്ച് സ്റ്റാമ്പ് ചെയ്ത് എൻ്റെ കൈ കിട്ടി. പിന്നെ രണ്ടാമത്തെ നിയോഗം, ഒരു വാഹനം ബൈക്ക് കച്ചവടത്തിനായിട്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചു. ഞാൻ പോകുന്നതിന് മുമ്പ് വരെ പല ആൾക്കാരും OLX വന്ന് കാണുന്നു, പല രീതിയിലും കച്ചവടം നടത്താൻ ഞാൻ നോക്കി. പക്ഷേ ആർക്കും അത് താല്പര്യം ഉണ്ടായിട്ടില്ലായിരുന്നു. പലരും വില പറയുന്നു, പോകുന്നു, ഇത് തന്നെ അവസ്ഥ. അവസാനം എനിക്ക് പോകാറായ 2-3 ദിവസം ആകാറായ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ നല്ല വില പറഞ്ഞു പോയ ആ ഒരാൾ വീണ്ടും വിളിച്ചു. ആ വിളിക്കാനും കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കൃപാസനത്തിലെ ഉപ്പ് ഞാൻ ഈ ഓരോ ആൾ പോകുമ്പോഴും ഞാൻ ആ വണ്ടിയുടെ മേളിലിട്ട് വിശ്വാസം പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഞാൻ ഓരോ തവണയും ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പോകുന്നതിന് 2 ദിവസം മുമ്പ് എനിക്ക് നല്ല വില തന്ന് എനിക്ക് ആ വാഹനം എടുത്തുകൊണ്ട് പോവുകയും അതൊരു വലിയൊരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഭാര്യയ്ക്ക് എല്ലാ ചൂടുകാലത്തും മുഖത്ത് വെള്ളപ്പാണ്ട് പോലെ വരുമായിരുന്നു. അപ്പോൾ ഏതെല്ലാം ക്രീമുകൾ ഉപയോഗിച്ചാലും ഒരു കാര്യമില്ല, വീണ്ടും വേനൽക്കാലം വരും, വീണ്ടും പാണ്ടാവുന്നു, എല്ലാം അങ്ങനെ തന്നെ പോകുന്നു. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ അവളുടെ മുഖത്ത് തേച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇനി നിനക്ക് ഇത് ഒരു കാലത്തും നിനക്ക് വരികയായിരുന്നു പറഞ്ഞു. ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി 2 വർഷമായി. ഏതെല്ലാം ചൂട് വന്നാലും ഇപ്പോഴും ഈ ചൂടത്ത് ഞങ്ങളിവിടെ വന്നു. ഇന്ന് വരെ ആ മുഖത്തൊരു പാടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഏതൊരു ജർമ്മനിയിലും പല പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ മെഡിക്കൽ ഫീൽഡ്, അത് ആശുപത്രി ചെന്ന ഒരു കൊച്ചിനായിട്ട് എന്ന് കഴിഞ്ഞാൽ അവസ്ഥ വളരെ നമുക്കൊരു രീതിയിലുള്ള ഇവിടുത്തെ കിട്ടുന്ന പോലെ നല്ലൊരു ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടുന്ന് പുറത്തോട്ട് പോയി കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ അവസ്ഥയിൽ ഞാൻ എപ്പോഴും ഈ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഒക്കെയാണ് എൻ്റെ എപ്പോഴും ഒരു ധൈര്യവും കാര്യങ്ങളും ശക്തിയൊക്കെ. എന്തെങ്കിലും അലർജി വന്നാലും ഇതൊക്കെയാണ് ഞാനിപ്പോഴും ഉപയോഗിക്കുന്നത്. കൂടുതലും അതിനെല്ലാം ഉപരി എനിക്ക് കൂടുതൽ വിശുദ്ധിയിലും പരിശുദ്ധാത്മാവ് നിറയുവാനും ഒക്കെ ഇടയായി. എനിക്ക് കൂടുതൽ ക്ഷമിക്കുവാനും മറ്റുള്ളവരോട് എനിക്ക് അവരെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ അസൂയൊക്കെ തോന്നുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി കൂടുതൽ മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ കൂടുതൽ സാധിക്കുന്നു. കൂടുതലും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ആണെങ്കിൽ തന്നെ ഞാൻ തുടരുന്നു. ഇപ്പോൾ ജർമ്മനിയിലായാലും നമുക്ക് പ്രേക്ഷിത പ്രവർത്തനമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ധ്യാനം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നാട്ടിൽ അനാഥരായിട്ടുള്ളവർക്ക് പൈസ അയച്ചു കൊടുക്കുക, അങ്ങനെയുള്ള പല രീതിയിലും പ്രേക്ഷിത പ്രവർത്തനം കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. യാക്കോബ് 4:10 കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. നിർമ്മൽ ഫിലിപ്പ് എന്ന ഈ സഹോദരനും ജീവിത പങ്കാളിയും കുഞ്ഞും
സന്തോഷത്തോടു കൂടി കൃപാസന മാതാവിൻ്റെ തിരുസന്നിധിയിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നു. മകന് ജർമ്മനിയിൽ പോകുവാനുള്ള സാഹചര്യം ഒരുങ്ങിയതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. ശരിയായി പരീക്ഷകളെല്ലാം പാസ്സായില്ലായിരുന്നെങ്കിൽ കൂടിയും മകൻ കോഴ്സ് അറ്റൻഡ് ചെയ്തതിൻ്റെ കാര്യങ്ങൾ രേഖകൾ വെച്ച് സമർപ്പിച്ച് അത് വിസ റിജക്റ്റ് ചെയ്യുവാൻ ഏറെ സാധ്യതയുള്ള ഒരു കാരണമായിട്ട് കൂടിയും അമ്മ മാതാവിനുള്ള ശരണപ്പെടലും നിരന്തരമായ പ്രാർത്ഥനയിലും മകന് ജർമ്മനിയിൽ പോകുവാനുള്ള വിസ അത്ഭുതകരമായി ലഭിച്ചതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. ഒരുമിച്ച് താമസിക്കുവാൻ വേണ്ടിയുള്ള മകൻ്റെ ആഗ്രഹത്തെ, ആ വൈവാഹിക ബന്ധത്തെ കൂടുതൽ ആഴപ്പെടുത്തുന്നതിന് ഉള്ള പരിശ്രമത്തെയും അമ്മ മാതാവ് സഹായിച്ച് അനുഗ്രഹിച്ചതിനെ മകൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം വിദേശത്തുള്ള ഡ്രൈവിംഗ് ലൈസൻസ് അതേറെ ക്ലേശകരമായിരുന്നുവെങ്കിലും അത് നേടുന്നതിന് അമ്മ മാതാവിലൂടെ ലഭിച്ച സഹായത്തെ മകൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വിദേശത്ത് ജീവിക്കുമ്പോൾ നാട്ടിലുള്ളതുപോലെ എപ്പോഴും വേഗത്തിൽ ഓടിച്ചതൊരു ആശുപത്രിയിൽ പ്രവേശിച്ച് ചികിത്സ തേടുവാൻ സാധിക്കാത്ത സാഹചര്യങ്ങളുള്ളതുകൊണ്ട് ആ നാളുകളിലൊക്കെയും ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പുമൊക്കെ മകന് ചെറിയ രോഗങ്ങൾക്ക് എപ്പോഴും ഔഷധമായി തീരുന്നതും സൗഖ്യം പ്രദാനം ചെയ്യുന്നതിനുമാണ് മകൻ മറ്റൊന്ന് സാക്ഷ്യപ്പെടുത്തിയത്. അതോടൊപ്പം ജീവിത പങ്കാളിക്ക് മുഖത്തുണ്ടായിരുന്ന വലിയ വെള്ളപ്പാടുകൾ അത് വലിയ മനോവിഷമത്തിനും നിരന്തരമായ ക്ലേശത്തിനും കാരണമായതിനെയും ഒത്തിരി ക്രീമുകളും മരുന്നും കഴിച്ചിട്ട് യാതൊരു ഫലവുമില്ലാതെ വിഷമിച്ചിരുന്ന നാളുകളിലാണ് ഉടമ്പടി തൈലം പുരട്ടിക്കൊണ്ട് അമ്മ മാതാവിൽ അത് ഉടമപ്പെടുത്തി ഈശോയോട് പ്രാർത്ഥിക്കുകയും സൗഖ്യത്തിനു വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്തതെന്നും കഴിഞ്ഞ 2 വർഷത്തോളമായി യാതൊരു പ്രയാസവുമില്ലാതെ വീണ്ടും ഒരിക്കൽ പോലും പാടുവരികയോ ബുദ്ധിമുട്ടിലേക്ക് പോവുകയോ ചെയ്യാതെ അമ്മ മാതാവ് സൗഖ്യം നൽകി അനുഗ്രഹിച്ചതിനെയാണ്, ഈശോയിലൂടെ സൗഖ്യം നൽകി അനുഗ്രഹിച്ചതിനെയാണ് സഹോദരൻ മറ്റൊന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ യൗവന കുടുംബം, ഈ യുവദമ്പതികൾ അവരുടെ ജീവിതത്തെ എത്രത്തോളം അമ്മ മാതാവിന് ഉടമപ്പെടുത്തിക്കൊണ്ട് ഈശോയിൽ ആശ്രയിച്ച് ജീവിക്കുന്നുവെന്നാണ് ഈ സാക്ഷ്യത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്. സഹോദരൻ പറയുന്നുണ്ട്, വിശുദ്ധിയിൽ ജീവിക്കുന്നതിന്, ദൈവാശ്രയത്വത്തോടു കൂടി പ്രാർത്ഥിക്കുന്നതിന്, ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും അമ്മ മാതാവിലും തിരുക്കുമാരനും കൊടുത്തുകൊണ്ട് നിരാശപ്പെടാതെ പ്രത്യാശയോടുകൂടി ആ പ്രതിസന്ധികളൊക്കെ അതിജീവിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കരുത്ത് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ചു വന്നത്. ഇതാണ് ഈ നൂറ്റാണ്ടിൽ, ഈ നാളുകളിൽ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിലൂടെ ലോകത്തിന് ലഭിക്കുന്ന അനുഗ്രഹം. യുവദമ്പതികൾ, പുതിയ കുടുംബങ്ങൾ ദൈവശരണത്തോടുകൂടി ദൈവവിചാരത്തോടുകൂടി വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ അമ്മ മാതാവ് ഒരു ഇടമൊരുക്കുകയും ഉടമ്പടി എന്ന ജീവിതക്രമത്തിലൂടെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആത്മശരീരങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് കൂടുതൽ ദൈവവചനത്തോട് ചേർന്ന് ജീവിതം നയിക്കുവാൻ, ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ, കാരുണ്യ പ്രവൃത്തികളിലൂടെ സഹോദരങ്ങൾക്ക് നന്മ ചെയ്ത് ജീവിക്കുവാൻ നിരന്തരം ഇവരെ സഹായിക്കുന്നു, പ്രചോദിപ്പിക്കുന്നു എന്നതാണ് ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹമായി ലോകത്തിൽ നടക്കുന്ന സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് ജോസഫ് അച്ഛൻ എന്നും ഉടമ്പടി ധ്യാനത്തിൽ പറയുന്നത് പോലെ അറിയാത്തവരെ അറിയിക്കുന്നതിനും വിശ്വാസമുള്ളവർക്ക് അത് ആഴപ്പെടുത്തി കൊടുക്കുന്നതിനും അമ്മ മാതാവ് ഈ നാളുകളിൽ ഒരുക്കി നൽകിയിരിക്കുന്ന പ്രാർത്ഥന പ്രവർത്തന പദ്ധതിയാണ് ഉടമ്പടി എന്നത്. ആ ഉടമ്പടിയിൽ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഈ കുടുംബം ജീവിക്കുന്നുവെന്നാണ് ഈ ആലയത്തിൽ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുക. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങളെ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.